അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു 5 ആയത്തുള്ള ചെറിയ ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. പരിശുദ്ധമായ അറഫ ദിവസമാണ് ഇന്ന്, ജുമാക്ക് ശേഷം. തീർച്ചയായും ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നത് 1000 പ്രാവശ്യം ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഇന്ന് എവിടെയെല്ലാം വെള്ളിയാഴ്ച നമസ്കാരങ്ങൾ നടന്നിട്ടുണ്ടോ ആ മുഅ്മിനീങ്ങളുടെ എല്ലാ പ്രതിഫലം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നവൻ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത്ര മഹത്വമാണ് ഇത്. ആരും ഈ സൂറത്ത് ഓതാറില്ല. ഇതൊക്കെ അത്ര വലിയ ഒരു പ്രാധാന്യത്തോട് കാണാറില്ല. കാരണം നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന സൂറത്താണ്, ചെറിയ സൂറത്താണ്, 5 ആയത്തേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാമല്ലോ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അവസരമാണ്. കാരണം ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാഹ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് അറഫയുടെയും അതുപോലെ വെള്ളിയാഴ്ച. ഈ 2 ദിവസം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള 2 ദിവസമാണ്, ഒന്ന് വെള്ളിയാഴ്ച, അതുപോലെ അറഫയുടെ ദിവസം. ഈ രണ്ടും സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയും അതോടൊപ്പം അറഫ ദിവസം, അയ്യാമുദ്ദുന്യ, ദിനാവിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ്ജയുടെ 10ൻ്റെ അതിപ്രഗത്ഭമായ ഒരു ദിവസമാണ് അറഫ ദിവസം എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഈ രണ്ടും അള്ളാഹു നമുക്ക് ഒരുമിച്ച് നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ഇങ്ങനൊരു അവസരം അള്ളാഹു നമുക്ക് നൽകുന്നത്. ഈ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് ഈ ജുമാക്ക് ശേഷം നാം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം മനസ്സിലൊരു ഉദ്ദേശം കരുതികൊണ്ട്, കാരണം ഇന്നത്തെ ദിവസം അറിയാലോ, ഖൈറു ദുആഇ ദുആ യൗം അറഫ, ദുആയിൽ വെച്ച് ഏറ്റവും ഖൈറായ ദുആ എന്ന് പറയുന്നത് ദുആ യൗം അറഫ, അറഫ ദിനത്തിൻ്റെ ദുആയാണെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്. കാരണം എന്തു ചോദിച്ചാൽ, ഇന്നൊരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ പിന്നെ മടക്കി ആവർത്തി ചോദിക്കേണ്ട ഒരു അവസരം ഉണ്ടാവില്ല. കാരണം ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫയുടെ ദിവസം എന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട സാലിം ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഒരു യാചകൻ ഇങ്ങനെ യാചിച്ചു കൊണ്ടുവരികയാണ്. ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ ആജിസ് ഫീ ഹാദൽ യൗമി യുസ്അലു ഗൈറല്ലാഹ്, ഇന്നത്തെ ദിവസം ഏത് ദിവസമാണ്? അറഫയുടെ ദിവസമല്ലേ. അതോടൊപ്പം ഇന്ന് അള്ളാഹ് നമുക്ക് നൽകിയതോ അറഫയും അതോടുകൂടെ വെള്ളിയാഴ്ച, രണ്ടും ഒന്നിച്ചിട്ടാണ് അള്ളാഹു നൽകിയത്. ഓ അശക്തനായ മനുഷ്യനെ, ഹാദൽ യൗമി യുസ്അലു ഗൈറല്ലാഹ്, ഇന്ന ദിവസം അള്ളാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കുകയാണോ എന്ന്. കാരണം ഇന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്തും നടക്കും. പ്രത്യേകിച്ച് ഈ ഒരു സൂറത്തും നാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഇന്ന് ലോകത്ത് എവിടെയെല്ലാം ജുമാ നിസ്കരിച്ച് അവിടെ പ്രതിഫലം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സൂറത്ത് 3 പ്രാവശ്യം നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ പേപ്പർ കടലാസ് വർക്കുകൾ, എന്തെങ്കിലും നമ്മുടെ വീട് സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതാവശ്യം ഇരിക്കട്ടെ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തന്നില്ല, രോഗമാണ്, അത് ശിഫയായി കിട്ടാൻ, അങ്ങനെ വീടിൻ്റെ പണി പൂർത്തി, അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, അങ്ങനെ എന്തോ ആവട്ടെ, ഈ ഒരു സൂറത്ത് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ജുമാക്ക് ശേഷം നാം ഇത് പാരായണം ചെയ്താൽ അത്ഭുതകരമായ പരിഹാരമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ഒരിക്കലും പാഴാക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നാം എല്ലാവരും സാധാരണ നോമ്പുകാരാണ്. നോമ്പുകാരല്ലാത്ത സഹോദരിമാരൊക്കെ ഉണ്ട്. നാം പറയുന്ന കാര്യങ്ങൾ നോമ്പുകല്ലാത്ത സഹോദരിമാർക്കും എൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നാളെ നാം മരണപ്പെട്ട് ഖിയാമത്ത് നാൾ, അന്ത്യനാൾ സംഭവിക്കുമല്ലോ. അന്ത്യനാൾ സംഭവിച്ച് ഖബറിലുള്ള ആളുകളെല്ലാം വരും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ആലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക വഹാലഹ യൗമഇദിൻ യസ്തുറുന്നാസു അസ്താതൽ ലിറവ അമാൽ. പല വിഭാഗങ്ങളായി ജനങ്ങളിങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ 3 വിഭാഗം ആളുകളുണ്ട്. അവരിങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെ കൈമുസാഫത്ത് ചെയ്ത് അവരെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകളിരിക്കും എന്ന് പറയുന്ന 3 വിഭാഗമുണ്ട്. ആ വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതിൽ ഒന്ന് ശുഹദാക്കളാണ്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ ശുഹദാക്കൾ. രണ്ടാമത്തത് അസ്വായിമൂന ഫി ഷഹർ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പ് നോക്കിയവരാണ് മറ്റൊരു വിഭാഗം. മറ്റൊരു വിഭാഗം അസ്വായിമൂന യൗമ അറഫ, അറഫ ദിവസം നോമ്പ് നോക്കിയവർ എന്നാണ്. അള്ളാഹു ആ വിഭാഗത്തിൽപ്പെടുത്തട്ടെ. അറഫ ദിവസം നോമ്പ് നോറ്റവരൊക്കെ വലിയ ഭാഗ്യവന്മാരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുത്ത്, അതുപോലെ മാണിക്യം, ഗോമേധകം, അതുപോലെ സ്വർണം, വെള്ളി, ഇവകളെ കൊണ്ടൊക്കെ വളരെ മനോഹരമായ കൊട്ടാരം അള്ളാഹു സ്വർഗത്തിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു,
യാ റസൂലല്ലാ ലിമൻ ഹാദാ, നബിയെ ഈ കൊട്ടാരം ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചു. ലിമൻ സ്വാമയോമ അറഫ, അറഫ ദിവസം ആര് നോമ്പ് നോക്കുന്നോ അവർക്ക് വേണ്ടി ഉള്ളതാണ്. ഇന്ന് നാം നോമ്പ് നോക്കിയവരാണല്ലേ. നാം ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കി, ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഒരുങ്ങി നിന്ന് ഫൈദ അഫ്തറ, അങ്ങനെ നാം തുറക്കുന്നു. വശരിബൽ മാ, വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള ഓരോ ഓരോ ഞരമ്പുകൾ, ഒക്കുല്ലു അറക്കും ഫി ജസദിഹി, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഞരമ്പുകൾ നമുക്ക് വേണ്ടി അസ്തഗ്ഫിറുല്ലഹു, നമുക്ക് വേണ്ടി ഇന്ന് പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. യഖൂലു, ആ ഞരമ്പുകളൊക്കെ പറയും, അല്ലാഹുമ്മ റഹംഹു ഇലാ തുലുഇൽ ഫജ്ർ, പ്രഭാതം വരെ, അതായത് ഞരമ്പുകൾ അള്ളാഹു റഹംഹു, അള്ളാഹു നീ പൊറുത്തുകൊട്, അള്ളാഹു നീ റഹ്മത്ത് ചെയ്യണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറും പറയുമെന്ന് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു ഹദീസിൽ പറയുന്നു ഇങ്ങനെ, മൻസാമ യൗമ അറഫ, അറഫ ദിവസം ഒരാൾ നോമ്പ് നോക്കിയാൽ ഔതാ ഉല്ലാഹു സവാബ മിസ്ല സവാബ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രതിഫലം അവനിക്ക് നൽകപ്പെടുമെന്നാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ ഈ അറഫ ദിവസം നോമ്പ് നോക്കിയാൽ എന്താ കൂലി കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യകഫിർ സനത്തുൽ മാദിയ വൽ ബാക്കിയ, അതായത് യകഫിർ സനത്തുൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ വൽ ബാക്കിയ, ഇനി അവശേഷിക്കുന്ന ഒരു വർഷത്തെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഈ വരുന്ന ഒരു വർഷത്തെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഒന്ന്, വരുന്ന ഒരു വർഷം ദോഷത്തിൽ നിന്ന് അവനക്കൊരു സംരക്ഷണം നൽകുമെന്നാണ്. മറ്റു പണ്ഡിതന്മാർ പറയുന്നു, വരുന്ന വർഷം അവൻ ജീവിച്ചാലല്ലേ ദോഷം ചെയ്യുക, അപ്പോൾ അവന് ദോഷം വരുന്ന ഒരു വർഷം വരെ അവനിക്ക് ആയുസ് അള്ളാഹു നൽകപ്പെടുമെന്നാണ്. ഇനി ഒരാൾ ദോഷം ചെയ്തില്ല, ഒരു വർഷത്തെ ആയുസ് അള്ളാഹു കൊടുത്തു, ദോഷം ചെയ്തില്ല എന്നാലോ അവനിക്ക് നന്മകൾ വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു. ഈ സൗമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, സിയാമു യൗമു അറഫ, അറഫ ദിവസത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് കസ്യാമി അൽഫി യോമിൻ, 1000 ദിവസം പോലെയാണ് എന്നാണ്. ഒരു നോമ്പ് നോക്കിയാൽ 1000 ദിവസം നോമ്പ് നോറ്റതുപോലെ. നാളെ പരലോകത്ത് ആദ്യം സ്വർഗത്തിൽ പോകുന്നത് മുത്തായ റസൂലിൻ്റെ ഉമ്മത്തുകളായ നാമാണ്. എന്തുകൊണ്ടങ്ങനെ? കാരണം മുൻഗാമികൾക്ക് അള്ളാഹു ആയുസ് കൊടുത്തത് എത്ര ആയിരക്കണക്കിന്. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ദീനി പ്രബോധനം ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കുള്ള ആയുസ്സുകൾ എത്രയാണ്? അത്ര വലിയ ആയുസ്സുകളൊക്കെ കൊടുത്തിട്ട് പോലും നാമാണ് മുൻപന്തിയിൽ പോകുന്നത്. കാരണം അള്ളാഹു നമുക്കിങ്ങനെ ഓരോ ദിവസങ്ങൾ തരുകയാണ്. ഒരു ദിവസം 1000 ദിവസങ്ങളെ പോലെ, ലൈലത്തുൽ ഖദ്ർ പോലത്തെ ദിവസം, ഇങ്ങനെ ഓരോ ദിവസങ്ങൾ തരുകയാണ്. ഓരോ ഓഫറുകൾ നമുക്ക് അള്ളാഹു നൽകുന്നു. നമുക്ക് അനാവശ്യമായത് കളയുകയാണ്. ഒരിടത്ത് ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ജനത്തിരക്കാണ്. ഞാൻ പെട്ടെന്ന് ജനത്തിരക്ക് സാധാരണ ഇല്ലാത്തൊരു സ്ഥലത്ത് ജനത്തിരക്ക് കാണുമ്പോൾ എൻ്റെ വണ്ടി നല്ല സ്പീഡിലുണ്ടായി. പെട്ടെന്ന് എനിക്ക് അവിടുന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറയാം. ഞാൻ നോക്കുമ്പോൾ എന്താ ഇവിടെ ഇത്ര തിരക്കെന്ന് പറയുമ്പോൾ ചെറിയ ഓഫർ അവിടെയുണ്ട്. എത്ര, 1 രൂപ, ഒരു 2 രൂപ, 5, 50 പൈസ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും ഓഫറുകൾ വരുന്ന സമയത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയും തിരക്കാണെങ്കിൽ ഇത് അള്ളാഹു നൽകുന്നത് 1 രൂപയോ 2 രൂപയോ എന്നല്ലല്ലോ. ഒരു കേജ് പഞ്ചസാര അങ്ങനെയുള്ള ഓഫറല്ല ഇത്. എത്രയാണ് വർഷങ്ങൾക്ക് തുല്യമായ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഇത് നമുക്ക് അവഗണിക്കാൻ മനസ്സ് വരുന്നുണ്ട്? ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, യൗമു അറഫ, യൗമുൽ ജുമാ, യാ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 2 ദിവസം ഒന്നിച്ച് സമ്മേളിച്ച ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ടവർ, നാം പറഞ്ഞു വെച്ച ആ സൂറത്തിനെ കുറിച്ച്, ആ സൂറത്തിൻ്റെ മഹത്വം പറയണം, മണിക്കൂറുകളോളം പറയേണ്ടതുണ്ട്. അത്രയും അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഇന്നത്തെ രാത്രി പെരുന്നാൾ രാത്രിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ, നാം ഹയാത്താക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗ്ഗ നിർബന്ധമാണ്. ഹയാത്താക്കുമ്പോൾ പേടിക്കേണ്ട. പെരുന്നാളിന് പോലും ഇബാദത്താണോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഹയാത്താകുക എന്ന് പറഞ്ഞാൽ എന്താ? ഹയാത്താക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കണം. അതല്ലെങ്കിൽ ഇന്നത്തെ മഗ്രിബ്, അതുപോലെ ഇഷാ, സുബഹി, ഇതൊന്നും ഇമാം ജമാഅത്തായി അനുസ്കരിച്ചാൽ പോലും ഹയാത്താക്കിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഹയാത്താക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 രാത്രികൾ ആരാണ് ഹയാത്താക്കുന്നത് വജബത്ത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗ്ഗ നിർബന്ധമാണ്. അത് ഒന്ന് ലൈലത്തു തർവിയ, അതായത് ദുൽഹിജ്ജാൻ്റെ 8 എപ്പോഴാണ്? അത് കഴിഞ്ഞു നമുക്ക്. അതുപോലെ ലൈലത്തുൽ അറഫ, അറഫയുടെ രാത്രി, അതും ഇന്നലെ രാത്രി കഴിഞ്ഞു. ഇനി യൗമുൻ നഹർ, ഇന്ന് രാത്രിയാണ്. ലൈലത്തുൽ നഹർ ഇന്നത്തെ രാത്രിയാണ്. പിന്നെ ഈദുൽ ഫിത്തറിൻ്റെ രാത്രിയാണ്.
അപ്പോൾ ഇന്നത്തെ രാത്രി ഹയാത്താക്കിയാൽ നമുക്ക് സ്വർഗ്ഗ നിർബന്ധമാകുമെന്ന് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഒഴിവാക്കരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്തായ റസൂൽ പറയുന്നു, മൻ അഹ്യാ ലൈലത്തുൽ ഫിത്ർ വ ലൈലത്തുൽ അദ്ഹ, അതായത് പോലെ ലൈലത്തുൽ അദ്ഹ, ഇന്നത്തെ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ ലം യമുത്ത്, മരിക്കുകയില്ല, യൗമ തമൂത്തുൽ ഖുലൂബ്, ഹൃദയം മരിക്കുമ്പോൾ ഇവൻ്റെ ഹൃദയം മരിക്കൂല എന്ന്. അത്രയും മഹത്വമാണ്. പ്രത്യേകിച്ച് തക്ബീറിൻ്റെ കാര്യം മറക്കരുത്. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് 3 തക്ബീർ ഒരാൾ പറയുകയാണെങ്കിൽ ഫൈന്നഹു യഹ്ദിമു ദുനൂബ ഹദ്മ, അവൻ്റെ ദോഷങ്ങൾ കത്തിച്ച് കളയും. അള്ളാഹു അത് തകടം മറിയും. ആ ദോഷങ്ങളെല്ലാം അള്ളാഹു മായ്ച്ചു കളയും. എല്ലാം അവനിക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം ഉദുഹ്യത്തിൻ്റെ കാര്യം മറക്കരുത്. അല ഇന്നൽ ഉദുഹ്യത്ത, നിശ്ചയം ഉദുഹ്യത്ത് എന്നുള്ളത് ഹിയ തുഞ്ച സ്വാഹിബു മിന ശർരി ദുനിയ വൽ ആഖിറ, ഒരാൾക്ക് ദുനിയാവിനെയും ആഖിറത്തിൻ്റെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, ഉദുഹ്യത്ത് അറുക്കുക. നാളെ മാശറയിൽ വാളിനേക്കാൾ മൂർച്ചയില്ല, മുടിയേക്കാൾ നേർന്ന സുറാത്ത് പാലം വിട്ടുകിടക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ അത്രയും പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. ഉദുഹ്യത്ത് അറുത്തവർക്ക് ആ മൃഗം അവർക്ക് വരും, അവരെ സ്വർഗത്തിലേക്ക് ആ മൃഗം കൊണ്ടുപോകും. ഖബറിൻ്റെ മുമ്പിൽ ആ മൃഗം നമുക്ക് കാവലായി നിൽക്കും. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഉദുഹ്യത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, നാം വളരെ ആകാംക്ഷയോടു കൂടി കാത്തു നിൽക്കുന്ന ആ പരിശുദ്ധമായ ചെറിയ കുഞ്ഞു സൂറത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്താഗ്രഹം കരുതിക്കൊണ്ട് നാം ഓതുന്നുണ്ടോ, അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരുപാട് നേട്ടങ്ങളാണ്. നമ്മുടെ രോഗങ്ങൾക്ക് ശമനം അള്ളാഹു നൽകുന്നു. അത് ഓതലോടുകൂടി അള്ളാഹു 1000 ഹജ്ജിൻ്റെ പ്രതിഫലം, ഇന്ന് വെള്ളിയാഴ്ചകൾ നമസ്കരിച്ച ആ നമസ്കാരത്തിൻ്റെ മൊത്തം പ്രതിഫലം ഈ ഓതുന്നവർക്ക് നൽകുമെന്ന് പറയുമ്പോൾ നാം ഒരിക്കലും പാഴാക്കരുത്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹുവിനോട് പണ്ഡിതന്മാർ പറയുന്ന വലിയ ദോഷങ്ങൾ പോലും ഇന്ന് അള്ളാഹു പൊറുത്തു തരുമെന്നാണ്. ഒരുപാട് നരകവാസികൾക്ക് ഇന്നത്തെ ദിവസം നരകം മോചനം അള്ളാഹു നൽകുന്ന ദിവസമാണ്. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ പറയുക. ദുആയുടെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ വർദ്ധിപ്പിക്കുക. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലൽ ഹംദു യുഹ്യിതു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് അതുപോലെ സൂറത്ത് യാസീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇന്ന് ജുമയാണ്, അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അതുപോലെ തൗബയുടെ അവസാനത്തായത്ത്, നാം എപ്പോഴും ഓതുന്ന സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തായത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസി, ഇതൊക്കെ സാധിക്കുമെങ്കിൽ ചെയ്യുക. അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീൻ വദ്ദുനിയ വൽ ആഖിറ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ബാരിക് ലനാ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിന വലാ തദുർറുഹും വഫികും ലിത്വാതിക വർസുഖ്നാ ബിർറുഹും യാ റബ്ബൽ ആലമീൻ. അത് പറയാം. അതുപോലെ നമുക്കറിയുന്ന ദുആകളും ദിക്റുകളും ധാരാളം നാം കൊണ്ടുവരിക. എൻ്റെ പ്രിയപ്പെട്ടവർ, ധാരാളം ദുആ ചെയ്യുക. കാരണം ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. നാം പറയാൻ പോകുന്ന ചെറിയ സൂറത്താണ്. പരിശുദ്ധ റമദാൻ മാത്രം ഇതിന് പ്രത്യേകത ഉള്ളേ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലുമല്ല. എല്ലാ ജുമാക്ക് ശേഷവും നമുക്കിത് ഓതാവുന്നതാണ്. ജുമാക്ക് ശേഷം ഇത് ഓതുമ്പോഴേക്കും അള്ളാഹു വലിയ പുണ്യങ്ങളാണ്. 1000 ഹജ്ജിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ നാം ഒരു ഹജ്ജ് ചെയ്യുകയാണല്ലേ. പോയിട്ട് ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സ്വീകരിച്ചോ ഇല്ലേന്ന് അറിയില്ല, അല്ലേ? സ്വീകരിക്കണം. ഇതങ്ങനെയല്ല, രേഖപ്പെടുത്തുന്നതിന് പരിപൂർണമായി കൂലി കിട്ടുന്ന, കാരണം പോകുന്നില്ലല്ലോ. അപ്പോൾ എന്ത് അമൽ ബാത്തിലാവാനില്ല. പോയാലല്ല അമലിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഫർദും ഷർത്തും വാജിബാത്തുകളൊക്കെ. അപ്പോൾ പോയില്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതില്ല. നാം ഈ സൂറത്ത് ഓതുമ്പോൾ പോകാതെ തന്നെ അള്ളാഹു നമുക്ക് നൽകുകയാണ്. അതാണ് ഈ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫിത്ർ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 7 പ്രാവശ്യം ഓതാ. ഒരാൾക്കൊരു ഉദ്ദേശമുണ്ട് പൂർത്തീകരിക്കാൻ, 3 പ്രാവശ്യം ഇത് ഓതാ. എന്നിട്ട് ആയത്തുൽ കുർസി ഓതാ. സൂറത്ത് തൗബാൻ്റെ അവസാനത്തെ ആയത്ത് ഓതാ. എന്നിട്ട് ദുആ ചെയ്യുക. അള്ളാഹു തീർച്ചയായും നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പരിഹാരമാക്കി തരും. നമുക്കൊക്കെ അറിയുന്ന ചെറിയ ഒരു കുഞ്ഞു സൂറത്താണ്. 5 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഈ സൂറത്താണ്. ആർക്കാ അറിയാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം അത് പാരായണം ചെയ്യുക, ധാരാളം പാരായണം ചെയ്യുക. ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തീർച്ചയായും ദുആക്ക് ഇജാബത്ത് നൽകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അത്ഭുതമാണ് യൗമുൽ ജുമയും യൗമുൽ അറഫയും. രണ്ടും അള്ളാഹു ഒരുമിച്ച് നൽകി. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ, മുറാദുകളുണ്ട് റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെ മുറാദ് ഹാസിലാക്കണേ റഹ്മാനെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ അല്ലാ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് റബ്ബേ, ശിഫ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. കടക്കാറുണ്ട് റഹ്മാനെ.
വീടിൻ്റെ പണി തുടങ്ങിയവരുണ്ട് റഹ്മാനെ, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് റഹ്മാനെ, സാമ്പത്തികമായി വലിയ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, എല്ലാവർക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. നമ്മുടെ ക്ലാസ്സുകൾ നിത്യമായി കേൾക്കുന്നവരുണ്ട് റഹ്മാനെ, അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ള മുത്തുമിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹ് മരണം വരെ ആഫിയത്തോടുകൂള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. ഒരിക്കലും ഒരിടത്തും അള്ളാഹു ഞങ്ങളെ പ്രയാസത്തിലാക്കലേ അള്ളാഹ്. നമ്മുടെ പൊന്നുമക്കളെ നീ പ്രയാസത്തിലാക്കല്ലേ റഹ്മാനെ. അള്ളാഹു നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് റഹ്മാനെ. മുത്തായ റസൂൽ നിന്നോട് ഖൈറായി ചോദിച്ച എല്ലാ ഖൈറാത്തുകൾ നമുക്കും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. എല്ലാ ഷർറുകൾ നിന്ന് മുത്തായ റസൂൽ ചോദിച്ച എല്ലാ ഷർറുകളെ തൊട്ട് നമുക്കും നീ കാബം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ ധാരാളമായി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. സൂറത്തുൽ ഖദർ എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യുക. അള്ളാഹു മുറാദ് ഹാസിലാക്കി തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.